കൂട്ടുകാരന് നേരെ ദോഷം നിരൂപിക്കരുത്. ഡു നോട്ട് പ്ലോട്ട് ഹാം അഗെയിൻസ്റ്റ് യുവർ നെയ്ബർ. അങ്ങനെ ദോഷം നിരൂപിക്കുന്നവരാരും ഇവിടെ ഇല്ല, എനിക്കറിയാം. അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, നിനക്കൊരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ഷണ്ടയിടരുത്. പലപ്പോഴും ആഗ്രഹിച്ചിട്ടല്ലാതെ അറിയാതെ ആണെങ്കിലും മറ്റുള്ളവർക്ക് ദോഷം വരുന്ന ഒരു വാക്കും പറയുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. മറ്റുള്ളവരെ പറ്റി അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് സൂക്ഷിക്കാം. ഞാൻ പറയുന്നതായ അഭിപ്രായം ഒരുപക്ഷേ അറിയാതെ ആ മനുഷ്യന് ദോഷമായി വന്നേക്കാം. നമ്മുടെ സംഘടനകളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഇടവകയുടെ പല പദവികളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം വരാത്തവണ്ണം ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. 10-ാമതായി അവസാനമായി, ഡു നോട്ട് എൻവി എ വയലന്റ് മാൻ. 31-ാമത്തെ വാക്യം, സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്, അവൻ്റെ വഴിയിൽ ഒന്നും സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്, അവൻ്റെ വഴികളൊന്നും തിരഞ്ഞെടുക്കുകയും അരുത്. വക്രതയുള്ളവർ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. വക്രതയില്ലാത്ത ജീവിതത്തിനായി നമുക്ക് കാക്ഷിക്കാം. ഡു നോട്ട് എൻവി എ വയലന്റ് മാൻ. ഇന്ന് സാഹസത്തിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകളൊക്കെ സാഹസത്തിൻ്റെ വാർത്തകളാണ്. സാഹസത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവർ അംഗീകരിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ജനറൽ ബോഡികളൊക്കെയാണ്. ഏറ്റവും ശബ്ദത്തോടെയും ദേഷ്യത്തോടെയും പ്രതികരിക്കുന്നവർ മാനിക്കപ്പെടുന്ന ഒരു സംസ്കാരം. അതൊക്കെയും സാഹസത്തിൻ്റെ ചെറിയ ചുവകളാണ്. വളരെ വിനയത്തോടെ ലാളിത്യത്തോടെ സംസാരിക്കുന്നവർ കേൾക്കാതെ പോകുന്നതായ ഒരു കാലഘട്ടം. പലപ്പോഴും തോന്നും, ഞാനും സാഹസക്കാരനായാൽ, ഞാനും ഈ ഒരു ശൈലിയിലേക്ക് മാറിയില്ല എങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. വളരെ പാവങ്ങളായ അച്ഛന്മാരോടൊക്കെ ഇടവക്കാരൻ തന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പറയാം, അച്ഛാ ഇങ്ങനെയൊക്കെ പാവമായിട്ടൊന്നും ഇരുന്നാൽ ഇവിടെ നടക്കത്തില്ല കേട്ടോ, അച്ഛൻ കുറച്ച് സ്ട്രോങ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടതായി വരുന്നത്? സാഹസക്കാരനായില്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു കൾച്ചർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തു. വക്രതയുള്ളവരെ പറ്റി പറയുന്നു. നമ്മളുടെ തലമുറകൾക്ക് നമ്മളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മളുടെ ഇവിടെ ജനിച്ചു വളരുന്ന തലമുറയിൽ ഉള്ള പല കുഞ്ഞുങ്ങളുടെയും ഒരു അടിവരയിട്ടവർ പറയുന്നതായ ഒരു അഭിപ്രായം, നമ്മളുടെ കൾച്ചറിൽ വളരെയധികം വക്രത ഉണ്ട്, സ്ട്രെയിറ്റ് അല്ല എന്നാണ്. കുർലോസ് തിരുമേനി അമേരിക്കയിൽ നിന്നും കോട്ടയം സെമിനാരി വന്ന് പഠിക്കാനായിട്ട് വന്ന ഒരു ആളുടെ കാര്യം ഇന്നാളിൽ പറഞ്ഞു. ആദ്യമായിട്ട് അവധിക്ക് വന്നപ്പോൾ തിരുമേനി ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ, മലയാളമൊക്കെ പഠിച്ചോ? പറഞ്ഞു, മലയാളം എങ്ങനെയും പഠിക്കാം, മലയാളിയെ പഠിക്കാനാണ് വലിയ പ്രയാസം. ആരാണ് പറഞ്ഞത്? ഇവിടെ വന്ന് പാർത്ത് നമ്മളുടെ ഇടയിൽ നിന്ന് പോയതായ ഒരു കുഞ്ഞാണ് പറഞ്ഞത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി വക്രത മാറിയിട്ടില്ലയോ? നേരെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധ്യപ്പെടണം. വക്രതയുള്ളവരെ യഹോവ വെറുക്കുന്നു എന്ന് ഇത് ആവർത്തിച്ച് പറയുന്നു. 10 തീരുമാനങ്ങൾ നമ്മൾ കേട്ടുവല്ലോ. ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഈ അധ്യായം വായിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മളിപ്പോൾ കേട്ടതായ എല്ലാം ഒന്ന് നമ്മുടെ ബൈബിളിൽ അടിവരയിട്ട് കുറിച്ചു വയ്ക്കുവാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർക്കുവാൻ, ഇതിലെന്തൊക്കെ എനിക്ക് പാലിക്കുവാനായിട്ട് സാധിക്കുന്നു, എത്രത്തോളം പാലിക്കുവാനായിട്ട് സാധിക്കുന്നു എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കട്ടെ. പുതിയ വർഷം ധന്യമായി തീരട്ടെ. നമ്മൾ ആവോളം നന്മ ചെയ്യുവാൻ, നമ്മൾ ആവോളം ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാൻ പരിശുദ്ധാത്മാവ് തൻ്റെ മഹാശക്തി കൊണ്ട് നമ്മെല്ലാവരെയും നടത്തുമാറാകട്ടെ.
ഞങ്ങളുടെ സ്വാർത്ഥത, ഞങ്ങളുടെ അഹങ്കാരം, ഞങ്ങളുടെ ഒന്നുമില്ലായ്മ ഒക്കെ ദൂരീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ബലപ്പെടുവാനുള്ള നിന്റെ